വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വിശ്വവിഖ്യാതമായ പർവ്വതപ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്ത് യേശു ഉപദേശിച്ച ബുദ്ധി ഉപദേശമാണ് മത്തായി 7:24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് നൽകുന്ന ഉപദേശം വചനം കേൾക്കുക, അനുസരിക്കുക. ഹിയർ ആൻഡ് ഒബേ. കേൾക്കുക മാത്രം പോരാ, കേട്ട് അനുസരിക്കുന്നവരാണ് ബുദ്ധിമാൻ. കേട്ട് അനുസരിക്കുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് സദൃശനും, കേട്ട് അനുസരിക്കാത്തവർ മണൽമേൽ വീട് പണിത് ബുദ്ധിഹീനനോട് സദൃശനും ആകുന്നു എന്ന കർത്താവ് പറയുന്നത്. അനേകരും കേൾക്കുന്നവരാണ്, എന്നാൽ അനുസരിക്കുന്നവരല്ല. അനേകരും പ്രസംഗിക്കുന്നവരാണ്, എന്നാൽ അനുഭവം ഉള്ളവരല്ല. ഒരു മനുഷ്യൻ സ്വർഗം സന്ദർശിക്കുവാൻ പോയതിനെക്കുറിച്ച് ഒരു കൽപ്പിത കഥ വായിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ ചെന്ന ഈ മനുഷ്യൻ സ്വർഗം മുഴുവൻ നടന്നു കാണുവാൻ ആഗ്രഹിച്ചു. ദൈവം ഒരു ദൂതൻ്റെ കൂടെ അവനെ അയച്ചു. കാഴ്ചകൾക്കിടയിൽ ഒരു സ്ഥലത്ത് ചെവികൾ നിരനിരയായി അടുക്കി വച്ചിരിക്കുന്നത് കണ്ടു. അതിൻ്റെ രഹസ്യം ദൂതനോട് ചോദിച്ചു. ദൂതൻ പറഞ്ഞു, ഭൂമിയിൽ വെച്ച് ധാരാളം ദൈവവചനം കേട്ട ചെവികളാണ് അവ. ദൈവവചനം കേട്ടവർ അത് അനുസരിച്ച് ജീവിച്ചില്ല. അതുകൊണ്ട് വചനം കേട്ട ചെവി സ്വർഗത്തിലേക്കും ബാക്കി ശരീരഭാഗങ്ങളെല്ലാം നരകത്തിലേക്കും തള്ളി. ചെവി മാത്രം സ്വർഗത്തിൽ സൂക്ഷിക്കുന്നു. ഉപദേശം കേട്ട ചെവി സ്വർഗത്തിലും ബാക്കി ശരീരഭാഗം നരകത്തിലും. വീണ്ടും കാഴ്ചകൾ കണ്ട് നടന്ന ഈ മനുഷ്യൻ വേറൊരു മുറിയിലും ധാരാളം നാക്കുകൾ അടുക്കി വച്ചിരിക്കുന്നത് കണ്ടു. അതിനെക്കുറിച്ച് ദൂതൻ പറഞ്ഞത്, ദൈവിക കാര്യങ്ങൾ വാതോരാതെ സംസാരിച്ചവരുടെ നാവുകൾ ആണ് അവ. അവർ പ്രസംഗിച്ചതല്ലാതെ വചനപ്രകാരം ജീവിപ്പാൻ തയ്യാറായില്ല. അതുകൊണ്ട് അവരുടെ നാവുകൾ മാത്രം സ്വർഗത്തിൽ സൂക്ഷിച്ചിട്ട് ബാക്കി ഭാഗം നരകത്തിൽ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞു. ദൈവത്തിനും പറഞ്ഞ നാവുകൾ സ്വർഗത്തിലും പ്രസംഗിച്ചവരിൽ അതിൻ പ്രകാരം ജീവിക്കാതിരുന്നതിനാൽ ശരീരത്തിൻ്റെ ബാക്കി ഭാഗം നരകത്തിലും. ഇതൊരു കൽപ്പിത കഥയാകുന്നു എങ്കിലും ഇതിലൊരു സത്യം അടങ്ങിയിട്ടുണ്ട്. വചനം കേട്ടവർ അതനുസരിച്ച് നടക്കണം. വചനം പ്രസംഗിക്കുന്നവർ വചനപ്രകാരം ജീവിക്കണം. ഗാനശുശ്രൂഷയിൽ പങ്കുചേരുന്നവർ പാടുന്നതിനനുസരിച്ച് ജീവിച്ച് കാണിക്കണം. ഇല്ലെങ്കിൽ നമ്മളുടെ പലരുടെയും ചെവികൾക്കും പലരുടെയും നാവുകൾക്കും മാത്രമേ സ്വർഗത്തിൽ സ്ഥാനം കാണുകയുള്ളൂ. ചിന്തിക്കുക, വചനം ധ്യാനിക്കുന്നവരിൽ എത്ര പേർ മുഴുവൻ ശരീരത്തോടുകൂടി സ്വർഗത്തിൽ പോകും? മത്തായി 7:21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്, കർത്താവേ, നിൻ്റെ നാമത്തിൽ പ്രവചിച്ചു, നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിൻ്റെ നാമത്തിൽ വീര്യപ്രവൃത്തികളും ചെയ്തു. കർത്താവ് പറയുന്നത് അതുകൊണ്ട് സ്വർഗത്തിൽ പോകില്ല. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനും സ്വർഗസ്ഥനായ പിതാവിൻ്റെ അനുസരിക്കുന്നവനുമാണ് സ്വർഗത്തിൽ പോകുന്നത്. അതുകൊണ്ട് വചനം കേട്ടവർ മാത്രം പോരാ, അനുസരിക്കണം. വചനം പ്രസംഗിച്ചാൽ മാത്രം പോരാ, പ്രസംഗിക്കുന്നതിനനുസരിച്ച് ജീവിക്കണം. കർത്താവ് പറയുന്നത് കേൾക്കണം. കേട്ടുവെങ്കിൽ മാത്രമേ ചെയ്യുവാൻ കഴിയൂ. കേൾക്കുന്നത് ചെയ്യണമെങ്കിൽ പറയുന്നവനിൽ വിശ്വസിക്കണം, അതായത് യേശുവിൽ വിശ്വസിക്കണം. വിശ്വസിക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധിയും കഴിവും കർത്താവിന് സമർപ്പിക്കണം. സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വയത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കും. അപ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഫിലിപ്പിയർ 4:7. കോവാദീസ് എന്ന പുസ്തകത്തിൽ സഭയുടെ ആരംഭത്തിൽ നീറോ ചക്രവർത്തിയിൽ നിന്ന് ക്രിസ്ത്യാനികൾക്കുണ്ടായ പീഡനത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. മനുഷ്യശക്തിക്ക് സാധ്യമായ സകല ക്രൂര പീഡനങ്ങളും ആദിമസഭയുടെ നേരെ ഭരണാധികാരികൾ നടപ്പിലാക്കി. സഭയുടെ ശൈശവത്തിൽ പീഡനങ്ങളിൽ തകർന്നു പോകാതെ നിലനിന്നതിന് കാരണം സഭയുടെ അടിസ്ഥാനം ക്രിസ്തുവിൽ ആയിരുന്നു. അടിസ്ഥാനം ശക്തമായാൽ യാതൊരു ശക്തിക്കും നമ്മെ തകർക്കുവാൻ കഴിയില്ല. റോമർ 8:35 ഒരു ചോദ്യമുണ്ട്,
ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നത് ആർ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഉത്തരം, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. അതെ, യേശുക്രിസ്തുവിൽ അടിസ്ഥാനം ഉറപ്പിച്ച് അവനെ അനുസരിക്കുന്നവർക്ക് പീഡനങ്ങളിലും പ്രതികൂലങ്ങളിലും ഉറച്ചു നിൽപ്പാൻ കഴിയും. ആദിമസഭയ്ക്കുണ്ടായ പീഡനം പോലെ തന്നെ ഇന്നത്തെ സഭയും പീഡനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റുപാടും കാണുന്ന സംഭവങ്ങൾ അത് വിളിച്ചു പറയുന്നു. ഉറച്ചു നിൽപ്പാൻ കഴിയണമെങ്കിൽ കർത്താവിലുള്ള പൂർണ്ണ വിശ്വാസത്തോടെ അവനെ കേട്ട് അവനെ അനുസരിക്കുവാൻ തയ്യാറാകണം. കർത്താവ് പറയുന്നു, എന്നെ കേൾക്കുക, എന്നെ അനുസരിക്കുക, അപ്പോൾ നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശനം ലഭിക്കും. കർത്താവെ, വചനം കേൾക്കുകയും അനുസരിക്കുകയും വചനം പ്രമാണിക്കുകയും ചെയ്യുന്ന വിശ്വാസിയായി എന്നെയും അവിടുന്ന് രൂപപ്പെടുത്തണമേ. ആമേൻ.